ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ ഒരു സ്കൂട്ടറിന് 5000 വെച്ച് 7.5 കോടിയോളം രൂപ കമ്മീഷൻ ഇനത്തിൽ കൈപ്പറ്റി. ഇതിൽ നിന്നാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് 2 കോടിയോളം രൂപ നൽകിയത്. ആനന്ദകുമാറിന്റെ സായിഗ്രാം ട്രസ്റ്റിന് 1.71 കോടി രൂപയും നൽകി. 1.5 വർഷം കൊണ്ട് 47 ലക്ഷം രൂപ ലാലി വിൻസെന്റിന് കൈമാറിയെന്നും അനന്തു കൃഷ്ണന്റെ മൊഴി. റിയ ബേബിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. റിയ, ചോദ്യം ചെയ്യലിൽ വളരെ പ്രധാനപ്പെട്ട വസ്തുതകൾ പുറത്തേക്ക് വരികയാണോ? ഉന്നതരിലേക്ക് ഉള്ള ബന്ധം, അവർക്ക് നൽകിയ കമ്മീഷനി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്മീഷനായി ലഭിച്ച തുകയുടെ അളവ്, പിന്നീട് ഇത് ഉന്നതരിലേക്കടക്കം ഈ പണത്തിന്റെ ഒഴുക്ക് എങ്ങനെ പോയി? ഇപ്പോൾ കസ്റ്റഡിയിലാണല്ലോ ഉള്ളത്. ചോദ്യം ചെയ്യൽ എന്തൊക്കെ പുതിയ വിവരങ്ങൾ അന്വേഷണത്തിന് ഉതകുന്ന രീതിയിൽ അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്നുണ്ട് അനന്തുവിൽ നിന്ന്? പ്രജീഷ്, ഈ കേസിൽ കോടികളുടെ തട്ടിപ്പിന്റെ കണക്കുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടനീളം പുറത്തു വന്നത്. അതിനിടയിലാണ് കമ്മീഷൻ ഇനത്തിൽ മാത്രം അനന്തു കൃഷ്ണൻ ഇതിനോടകം സമ്പാദിച്ചത് 7.5 കോടി രൂപയാണെന്ന വിവരം കൂടി പുറത്തു വരുന്നത്. അതായത് ഒരു സ്കൂട്ടർ വാങ്ങുമ്പോൾ കമ്പനികളിൽ നിന്ന് അനന്തു കൃഷ്ണന് കമ്മീഷനായി ലഭിച്ചിരുന്നത് 5000 രൂപയാണ്. അങ്ങനെ ഈ സ്കൂട്ടറുകളുടെ എണ്ണം കൂട്ടുകയായിരുന്നു അനന്തു കൃഷ്ണൻ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം സമ്പാദിക്കാനായി ഒരു വശത്ത് നടത്തിയിരുന്ന ഒരു രീതി. അതുമാത്രമായി 7.5 കോടിയോളം രൂപ കമ്മീഷൻ മാത്രമായി അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് വന്നു. ഇതിനായി ഒരു പ്രത്യേക അക്കൗണ്ട് തന്നെ അനന്തു കൃഷ്ണൻ ഉണ്ടാക്കിയിരുന്നു. ആ അക്കൗണ്ടിലേക്കാണ് കമ്മീഷൻ ഇനത്തിൽ ലഭിക്കുന്ന തുക അത്രയും പോയിക്കൊണ്ടിരുന്നത്. 7.5 കോടിയാണ് അതിൽ ഇതുവരെ വന്നതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. ഈ തുകയിൽ നിന്നാണ് രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ അനന്തു കൃഷ്ണൻ കമ്മീഷനായി പണം നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2 കോടിയോളം രൂപ പല രാഷ്ട്രീയ നേതാക്കൾക്കായി അനന്തു കൃഷ്ണൻ പല പ്രവർത്തനങ്ങൾക്ക്, പല പദ്ധതികളുടെ ഭാഗമായി ഒക്കെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ സായിഗ്രാം ട്രസ്റ്റിന്, അനന്തകുമാറിന്റെ സായിഗ്രാം ട്രസ്റ്റിന് 1.72 കോടി രൂപ ഇതിൽ നിന്ന് കൈമാറി. ലാലി വിൽസന്റിന് 47 ലക്ഷം രൂപ കൈമാറിയതും ഇതിൽ നിന്നാണെന്ന് അനന്തകൃഷ്ണൻ വ്യക്തമാക്കുന്നു. 1.5 വർഷം കൊണ്ടാണ് കോൺഗ്രസ് നേതാവായ ലാലി വിൽസന്റിന് ഈ സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട തുക കൈമാറിയത്. അത് അഭിഭാഷകൻ എന്ന രീതിയിലാണെന്ന് ലാലി വിൽസന്റ് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ കമ്മീഷനായി 5000 രൂപ ഒരു സ്കൂട്ടറിന് അനന്തകൃഷ്ണൻ വാങ്ങിയെന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അനന്തകൃഷ്ണൻ ഈ പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കുകയായിരുന്നു. അങ്ങനെ കൂടുതൽ സ്ത്രീകളെ ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നു. അനന്തകൃഷ്ണന്റെ കമ്മീഷൻ കൂടുതൽ കിട്ടുന്നു. കൂടുതൽ ആളുകൾ മറുവശത്ത് തട്ടിപ്പിനിരയാക്കുന്നു. അതായിരുന്നു ഒരു മണി ചെയിൻ മാതൃകയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച്, ED സംഘം ഒക്കെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അനന്തകൃഷ്ണനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കാരണം കസ്റ്റഡി കാലാവധി ഇന്ന് തീരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ടെങ്കിൽ ആ നീക്കം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പങ്ക് കൂടുതൽ വെളിപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇനിയുള്ള സ്പീഡ് ഈ കാര്യങ്ങൾക്കൊന്നും പോരാ എന്ന പരാതി വരികയാണ്. കാരണം ഇഴഞ്ഞു നീങ്ങുന്നു അന്വേഷണം എന്നുള്ള രീതിയിലുള്ള പരാതി വിവിധ കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട ആളുകളെ, ലാലി വിൻസെന്റ് ആയാലും ആനന്ദകുമാർ ആയാലും ഇവരിലേക്കൊക്കെ ഒരു ഇൻട്രഗേഷൻ ഉണ്ടാകുന്നില്ല, അത് ചോദ്യം ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്വേഷണ സംഘത്തിന്റെ അടുത്ത ഘട്ടം പ്രധാനപ്പെട്ട വസ്തുതകൾ, പണത്തിന്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് ലഭ്യമാകുമെങ്കിൽ ഇനിയുള്ള നീക്കം എന്താണ്? നിലവിൽ അന്വേഷണ സംഘം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഓഫീസുകളിൽ നിന്നടക്കം കണ്ടെത്തുന്നതിനുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള ഒരു ഘട്ടമായിരുന്നു അന്വേഷണ സംഘം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിന്റെ ഭാഗമായാണ് അനന്തകൃഷ്ണന്റെ ഓഫീസുകളടക്കം കസ്റ്റഡിയിലെടുത്ത് അവിടുത്തെ രേഖകളടക്കം ക്രൈംബ്രാഞ്ച് സംഘം അടക്കം ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ കൂടി അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. അത് അനന്തകൃഷ്ണന്റെ ഒരു ഡയറിയാണ്. ആ ഡയറിയിൽ ആർക്കൊക്കെ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, ഇത് മറ്റു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ കമ്മീഷൻ കൊടുത്തതിന്റെ വിവരങ്ങൾ ആ ഡയറിയിലുണ്ട്. അത് മൂവാറ്റുപുഴ കോടതിയിലാണ് അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കൂടി അടുത്ത ഘട്ടത്തിൽ ഈ സംഘം, EDയും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചും മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതൊരു അടുത്ത നീക്കമായി തന്നെ അന്വേഷണ സംഘം കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ED ഇതിലെ കള്ളപ്പണ ഇടപാടിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുമ്പോൾ ആ ഒരു നീക്കം ഒരുപക്ഷെ EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ പങ്കുപറ്റിയവരൊക്കെ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടവരൊക്കെ വലയിലാകും എന്നൊരു സൂചന തന്നെയാണ് അന്വേഷണ സംഘം നിലവിൽ നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരിശോധനയാണ് ഓഫീസുകളിൽ, വീടുകളിലടക്കം അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ED കൂടി കളത്തിലിറങ്ങിയതോടുകൂടി ഈ ഇടപാടുകളിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ലാലി വിൽസന്റിന്റെ വീട്ടിൽ, ഇന്നലെ ഫ്ളാറ്റിൽ മണിക്കൂറുകളോളം നീണ്ട പരിശോധനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം നടത്തിയത്. ആനന്ദകുമാറിന്റെ ഓഫീസുകളിൽ പരിശോധന നടത്തുന്നു. അതുകൊണ്ട് തന്നെ
ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ, ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയ പണം, ഒപ്പം തന്നെ അനന്തകൃഷ്ണന്റെ ഭൂമി ഇടപാടുകൾ തുടങ്ങിയവയൊക്കെ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ അനന്തകൃഷ്ണന്റെ കസ്റ്റഡി ചോദ്യം കഴിയുന്നതോടുകൂടി അടുത്ത ഘട്ടത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘവും നീങ്ങും. അവിടെ കൂടുതൽ പേർ ഈ വലയിലും ഈ പണത്തിന്റെ ഒഴുക്ക്, ഉന്നതരിലേക്കുള്ള ബന്ധം, അവർക്കിതിലുള്ള പങ്ക് നോക്കൂ. ഈ 7.5 കോടി രൂപ അത് കമ്മീഷനായിട്ട് കിട്ടുന്നു.